ഹലോ, ഞാൻ ഇവിടെ എത്തിയേട്ടാ. ഞാൻ ഒരു 10 മിനിറ്റ് ഫസ്റ്റത്തോളം രണ്ടാമത്തെ എടാ എന്താ നോക്കണത്? വാ, നീ ഒന്ന് കേറ്, പറയാം. ഞാൻ ഇന്നോട്ട് ഓടാൻ തുടങ്ങിയ നീ എന്താണ് എപ്പോഴും സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കണത്? നീ എന്താണ് ആ കാര്യത്തിൽ ചേഞ്ച് ആവണല്ലേ? എടാ, നമ്മള് വീട്ടിൽ വളർത്തുന്ന ജന്തുക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് സഹിക്കാനാവില്ല. അപ്പഴാ നമ്മളെ വളർത്തി അപ്പ പോയാ ഞാൻ എങ്ങനെ ഓക്കെയാണെന്നാണ് നീ പറയണത്. എന്നിട്ട് ഇനി എത്ര ദിവസം ഇങ്ങനെ നടക്കാനാ? അപ്പയുടെ വിളിയും സൗണ്ടൊന്നും ഇല്ലാതെ വീട്ടിൽ കയറാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് സൈലന്റ് പോകും. എന്നെക്കാളും കൂടുതൽ അറ്റാച്ച് ആയിട്ട് അപ്പ നിന്റെ കൂടെ അല്ലേ. എന്നിട്ട് നിനക്കെങ്ങനെ ഇങ്ങനെ ഓക്കെ ആയിട്ട് നടക്കാൻ പറ്റും? എടാ, ഞാൻ പുറത്ത് പറയാത്ത എനിക്ക് സങ്കടമില്ലെന്ന് വിചാരിച്ചിട്ടാണോ നിന്റെ ഒപ്പം ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നടന്നാല്? നിന്റെ ഈ പഠിപ്പ്, ഈ വീടിന്റെ ലോണ്, ഈ കാര്യങ്ങളൊക്കെ പിന്നെ ആരും നോക്കും? എന്നാലും നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ നിൽക്കാൻ പറ്റണേ? എടാ, ഒരുത്തൻ സ്ട്രോങ് ആവണമെങ്കിൽ മറ്റൊരുത്തൻ കാര്യങ്ങളെ സ്പേസ് കൊടുത്തേ പറ്റൂ. അച്ഛൻ പോയെന്ന് പറഞ്ഞ് നീ കരയണം. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് എനിക്ക് കരയാൻ പറ്റൂടാ. എടാ, എന്തിനാണ് ഈ പകല് വെറുതെ ലൈറ്റ് ഇട്ട് വെച്ചേക്കണത്? എത്ര പറഞ്ഞാലും കേൾക്കൂല.